ശിക്ഷാ നിയമപ്രകാരമുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് 20 വർഷത്തെ തടവ്. അതാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 50,000 രൂപ പിഴയും. ഇതിന് പ്രധാനമായും കോടതി കാരണം പറഞ്ഞത് ഈ പ്രതികളുടെ പ്രായം, ഇവർ ഒന്നാം പ്രതി ഒഴികെ മറ്റാരും മറ്റ് കുറ്റകൃത്യങ്ങളിൽ ഇതിനുമുമ്പ് പങ്കാളിയായിട്ടില്ല, ഇവരുടെ കുടുംബ പശ്ചാത്തലം, ഇവരെ ആശ്രയിച്ചുള്ള ഒരു കുടുംബമുണ്ട്, അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ ശിക്ഷ. 50,000 രൂപ പിഴയൊടുക്കിയില്ലെങ്കിൽ 1 വർഷത്തെ കൂടി തടവ് ശിക്ഷ അനുഭവിക്കണമെന്നാണ് പറഞ്ഞത്. അതെ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 20 വർഷം തടവ് ശിക്ഷ. അത് ഓരോ വകുപ്പിലും അതനുസരിച്ചുള്ള ശിക്ഷയാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഗൂഢാലോചന 120B അനുസരിച്ച് അതിലും 1 വർഷം തടവ് ശിക്ഷ എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വിധി കേട്ട് അല്ലെങ്കിൽ ശിക്ഷ എന്താണെന്ന് കേട്ട് കരഞ്ഞു പോയിട്ടോ. കഴിഞ്ഞ ദിവസത്തെ ഈ വിധി കേട്ടപ്പോൾ അത്രയ്ക്കും ഞങ്ങളുടെ സങ്കടം വന്നില്ല. കാരണം തെളിവുകളില്ലാത്തതുകൊണ്ടാണല്ലോ ആ ഒരു വ്യക്തി 8ാം പ്രതി രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തു, ആൾ പറഞ്ഞിട്ടാണ് കൊട്ടേഷൻ കൊടുത്തത്, ആളാണ് കൊട്ടേഷൻ കൊടുത്തത് എന്നുള്ളൊരു തെളിവില്ല. ശരി, നമ്മൾ സമ്മതിക്കുന്നു, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അങ്ങനെയാണല്ലോ, അല്ലെങ്കിൽ വ്യവസ്ഥ അങ്ങനെയാണല്ലോ. തെളിവുകളില്ലെങ്കിൽ ഒരു കാര്യമില്ല, അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു. പക്ഷേ തെളിവുകളുണ്ട്. പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച എല്ലാ തെളിവുകളും ശരി വെച്ചുകൊണ്ടുള്ള ഒരു വിധിയായിരുന്നു 8ാം തീയതി വന്നത്. അതുകൊണ്ട് തന്നെ ശിക്ഷ എന്താണെന്നുള്ളത് ഇലക്ഷൻ കഴിഞ്ഞത് 12ാം തീയതി ഇന്ന് വിധി വരും, അല്ലെങ്കിൽ ശിക്ഷ എന്താണെന്നുള്ളത് പറയും. അപ്പോൾ അതിനെ കാത്തിരിക്കായിരുന്നു. ഈ 6 പേരും കുറ്റക്കാരാണെന്ന് തെളിഞ്ഞു. 6 പേർക്കും കടുത്ത ശിക്ഷ തന്നെ കിട്ടുമെന്ന് ആകാംക്ഷപൂർവ്വമാണ് 3:30 വരെ കാത്തിരുന്നത്. 3:30 കഴിഞ്ഞു, 4:45 4:00 കൂടിയിട്ടാണ് വിധി അറിയിച്ചത്. ഒരുപക്ഷെ കൂട്ടബലാത്സംഗത്തിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ ശിക്ഷയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ശിക്ഷ തന്നെ കിട്ടണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ചു. കാരണം നമ്മുടെയൊക്കെ ഒരു സെക്യൂരിറ്റി, നമ്മുടെയൊക്കെ ഒരു സേഫ്റ്റി ആണല്ലേ. അപ്പോൾ മാക്സിമം അവർക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ളവരെങ്കിലും ഇതൊക്കെ ആവർത്തിക്കാതിരിക്കും. നമുക്കും പുറത്തിറങ്ങി നടക്കാനുള്ളതല്ലേ രാത്രിയും പകലൊക്കെ. അപ്പോൾ ഇപ്പോൾ ചോദിക്കും രാത്രിയൊക്കെ എന്തിനാണ് പുറത്തിറങ്ങി നടക്കണേന്ന്. നമ്മൾ മനുഷ്യരല്ലേ, നമുക്കും ആവശ്യങ്ങൾക്ക് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റുമോ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വരുമ്പോൾ? അപ്പോൾ എന്ത് സെക്യൂരിറ്റിയാണ് ഉള്ളത് ഓരോ സ്ത്രീകൾക്കും? അപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നത് എൻ്റെ വേണ്ട തൊട്ട് സൈഡിലാട്ടോ. ഈ സംഭവം ഈ കാക്കനാട്, എറണാകുളം, കൊച്ചി, പാലാരിവട്ടം, കാക്കനാട് സൈഡിലാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. 2-2.5 മണിക്കൂറോളം ഒരു സ്ത്രീയെ കാറിൽ വെച്ച് പീഡിപ്പിച്ച് അത് ദൃശ്യങ്ങൾ പകർത്തി ആ ഒരു ദ്രോഹം ചെയ്ത ആ ദുഷ്ടനാണ് ഏറ്റവും കുറഞ്ഞ ശിക്ഷ കിട്ടിയിരിക്കുന്നത്. അവന് 7 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചു. 7.5 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് തന്നെ അവന് ആ ഒരു കാലാവധിയും കൂടിയും ശിക്ഷയിൽ നിന്ന് കുറച്ചിരിക്കുകയാണ്. അതായത് 20 വർഷം അനുഭവിക്കേണ്ട ശിക്ഷ 7 വർഷത്തോളം കുറഞ്ഞു. ഇനി 10, 11, 12 വർഷത്തോളം അനുഭവിച്ചാൽ മതി. അങ്ങനെയാണ് ഓരോ കുറ്റവാളികൾക്കും അങ്ങനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് 20 വർഷം എന്നുള്ളതൊന്നുമില്ല, കൂടി വന്നാൽ 10-15 വർഷത്തിനുള്ളിൽ എല്ലാവരും പുറത്തിറങ്ങും. ഇതിൻ്റെ ഇടയിൽ നല്ല നടപ്പ് പ്രമാണിച്ച് അല്ലെങ്കിൽ അത് പരിഗണിച്ച് ഇതുങ്ങളൊക്കെ ഓരോ വർഷം കഴിയുമ്പോഴും അവരുടെ ശിക്ഷയുടെ അളവ് കൂടി അവർ അത് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങും. വീണ്ടും ഇതേപോലെ ഏതെങ്കിലും സ്ത്രീകൾക്ക് ഇതുപോലെ സംഭവിച്ച് കഴിയുമ്പോഴേ മുൻപ് ചരിത്രം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ശിക്ഷ കൂടുതൽ കൊടുക്കാം എന്ന് ഇതേപോലെയുള്ള കോടതികൾ വിധിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പൾസസോനിക്ക് മാത്രമാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഇതേപോലെയുള്ള കേസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ബാക്കിയുള്ള 5 പ്രതികൾക്കൊന്നും തന്നെ കുറ്റം ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. അവരുടെ കടിഞ്ഞൂൽ കുറ്റമാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം പരിഗണിച്ചു. പിന്നെ അവരുടെ പ്രായം പരിഗണിച്ചു, അവരുടെ കുടുംബം പരിഗണിച്ചു. കാരണം കൂട്ടക്കരച്ചിലല്ലായിരുന്നോ കോടതി കിടന്നുണ്ട്. ഇതൊക്കെ പരിഗണിച്ച് ഇപ്പോൾ നല്ല അടിപൊളി ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. കൂട്ടബലാത്സംഗത്തിന് കൊടുക്കാവുന്നതിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ 20 വർഷം. ആ 20 വർഷത്തിൽ നിന്ന് അവർ ഓൾറെഡി അനുഭവിച്ചിട്ടുള്ള ശിക്ഷയും കൂടി, അതായത് 7 വർഷം, 5 വർഷം, 3 വർഷം, 2 വർഷം അങ്ങനെ പോകുന്നു അവരുടെ കാലയളവ്, അതും കൂടി പരിഗണിച്ച് അവർക്ക് ശിക്ഷയുടെ ഇളവ് കൊടുത്തിരിക്കുകയാണ്. എന്ത് വിധിയാണിത്? ഇപ്പോഴാണ് കരയേണ്ടത്. അല്ലാണ്ട് 8ാം പ്രതിയെ പുറത്ത് വിട്ടപ്പോൾ ഇത് കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു വന്നപ്പോൾ എല്ലാവരും കരഞ്ഞു, പ്രശ്നങ്ങളുണ്ടാക്കി. അപ്പോഴല്ല, ഇപ്പോഴാണ് പ്രതികരിക്കേണ്ടത്. ഈ ഇരിക്കുന്ന ഈ ദുഷ്ടന്മാർ ഇത്ര വലിയ ദ്രോഹമൊക്കെ ചെയ്തിട്ട് അവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും കുറവ് ശിക്ഷയാണ് കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ എത്ര സ്ത്രീകൾ അനുഭവിച്ചിട്ടുണ്ട്. അവരൊന്നും തുറന്നു പറഞ്ഞുകൊണ്ട് എത്തിയിട്ടില്ല. ഈ ഒരു നടി മാത്രമാണ് ഇതൊക്കെ പറഞ്ഞ് മുന്നോട്ട് വന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഇനി ഇതൊക്കെ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ തുറന്നു പറഞ്ഞ് മുന്നോട്ട് വരാൻ മടിക്കും. ഇപ്പോൾ ആർക്കാ നഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്? അതിനേക്കാൾ രസം സംസാരിച്ച് എൻ്റെ തൊണ്ട പോയത് വെച്ചോ. അതിനേക്കാൾ രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഈ നിൽക്കുന്ന കുറ്റവാളികളില്ലേ 50,000 രൂപ വെച്ച് പിഴ കൊടുക്കണം. 50,000 രൂപ കൊടുത്താണ് മൊത്തം 5 ലക്ഷം അങ്ങോട്ട് നടിക്കാണ് ആ ഇത് കൊടുക്കേണ്ടത്.
എന്തിനാ ഈ 5 ലക്ഷം? ഈ മാനഹാനിക്കോ? അതും കൂടി ആ കോടതിയുടെ എടുത്തോട്ടായിരുന്നു. എന്നെ വളരെ നിരാശപ്പെടുത്തിക്കൊണ്ടുള്ള വിധിയാണ് വന്നത്. ശരിയാണ്, ഇവർക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. ഈ കുടുംബവും കുട്ടികളൊക്കെ ആയത് ഈ കൃത്യം കഴിഞ്ഞ ശേഷമല്ലേ കുട്ടികളൊക്കെ ആയത്. എന്തായാലും എനിക്ക് ഈ ഒരു വിധിയോട് ഒട്ടും എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. ഏറ്റവും കുറഞ്ഞ ശിക്ഷ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആ സ്ത്രീ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ടിനും ഇത്രയും നാൾ അതിൻ്റെ ഈ കേസും കാര്യങ്ങളും, അതിൻ്റെ ഇമേജ്, അതിൻ്റെ കരിയർ, അതിൻ്റെ മാനനഷ്ടത്തിനൊന്നും ആകെ ഇട്ടിരിക്കുന്ന വിലയാണ് 5 ലക്ഷം രൂപ. പൈസ ഒന്നും അവർക്ക് ആർക്കും ആവശ്യമില്ല, നമുക്ക് ആർക്കും പൈസ ഇല്ലല്ലോ. 5 ലക്ഷം രൂപയും പിന്നെ ദാ ഈ വിധിയായിട്ട് വന്നിരിക്കുന്നത് എല്ലാവർക്കും 20 വർഷം. 20 വർഷത്തിൽ നിന്നും അവർ ഓൾറെഡി അനുഭവിച്ചിട്ടുള്ള അത് കുറച്ച് കളഞ്ഞേക്കാം എന്നുള്ള വിധിയാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിൽ കുറച്ച് പേരൊക്കെ ഇവിടെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ണൂർക്ക് പോകണമെന്ന്. മാർട്ടിനോ വിജീഷാട്ടെന്നോ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് കണ്ണൂർ ജയിലിലേക്ക് പോകണമെന്ന്. അതും കൂടി ഒന്ന് ഓക്കെ, ആ കണ്ണൂർ വേണമെങ്കിൽ വീടിൻ്റെ അടുത്തൊരു ജയിലും കൂടി വെച്ച് കൊടുക്കാമായിരുന്നു. അതൊക്കെ പിന്നീട് വേറെ ഇതായിട്ട് പരിഗണിക്കാം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ ഇത്രയും മാത്രം പരിഗണന കൊടുക്കുന്നേ? ഈ കുറ്റം ചെയ്തവർക്ക് അത്രമാത്രം ഹോൾഡ് ഉണ്ടല്ലേ അപ്പോൾ ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ നമുക്ക് പല സംശയങ്ങൾ. എന്തുകൊണ്ടാണ് 8ാം പ്രതി ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള 4 പ്രതികളെ വെറുതെ വിട്ടത് എന്നുള്ളതും കൂടി നമ്മൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അതെന്തായാലും ഇപ്പോൾ അറിയും, നമുക്കതും കൂടെ കാത്തിരുന്ന് കാണാം. വളരെ നിരാശപ്പെടുത്തിക്കൊണ്ട്, എന്നെപ്പോലെയുള്ള ഒരുപാട് സ്ത്രീകളെ വളരെ നിരാശപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വിധിയാണ് വന്നിരിക്കുന്നത്. അവർക്ക് കൂട്ടബലാത്സംഗത്തിന് കിട്ടാവുന്നതിൽ ഏറ്റവും ചെറിയ ശിക്ഷയായ 20 വർഷം, അതും ഓൾറെഡി അവർ അനുഭവിച്ചിട്ടുള്ള ജയിൽവാസം അതും കൂടി കുറച്ചിട്ട് അവർക്ക് വളരെ കുറച്ച് വർഷങ്ങൾ മാത്രം പിന്നീട് വരുന്നുണ്ട്. വർഷം തോറും വർഷം നല്ല നടപ്പ് പ്രമാണിച്ച് ഓരോ വർഷവും അവരുടെ കുറച്ച് അങ്ങനെ ഇതിനു വേണ്ടി പൊരുതി കഷ്ടപ്പെട്ട് ഉറക്കവുമില്ലാതെ ഈ 8-9 വർഷം ജീവിച്ച ആ നടിക്ക് മാത്രം, അല്ലെങ്കിൽ ആ അതിജീവിതയ്ക്ക് മാത്രം നഷ്ടം. നമ്മളൊക്കെ ഇതുപോലെയുള്ള ഓരോരുത്തർ ഇനിയിപ്പോൾ തെരുവിലിറങ്ങും, ഓരോരുത്തരും രംഗത്തിറങ്ങും. കാരണം നമുക്കും ഉണ്ട് അമ്മയും പെങ്ങന്മാരൊക്കെ, അപ്പോൾ നമുക്കും പുറത്തിറങ്ങി നടക്കണ്ടേ. ഇവർക്ക് ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ പോകും. പ്രോസിക്യൂഷനെ ഇതിലും വലിയ നാണക്കേടില്ല. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ ശിക്ഷ കൊടുക്കണം എന്നാണ്. പക്ഷേ ഏറ്റവും കുറവായി പോയി കിട്ടിയത്. ഇനിയിപ്പോൾ മേൽക്കോടതിയിലേക്ക് പോകും. മേൽക്കോടതിയിൽ നിന്ന് കടുത്ത ശിക്ഷ. ഇനി മേൽക്കോടതിയിൽ നിന്ന് വെറുതെ വിടുവോ? അങ്ങനത്തെ ചരിത്രം ഉണ്ട് കേട്ടോ. ഇതിന് മുമ്പുള്ള വേറൊരു കേസൊക്കെ അങ്ങനെ മേൽക്കോടതി പോയിട്ട് ഉള്ള ശിക്ഷയെ കൂടി കുറഞ്ഞ ഇതൊക്കെ ഉണ്ട്. അതുപോലെയൊക്കെ അങ്ങ് ആവോ ഇവരുടെ കാര്യം അതൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് ഭയങ്കര ഹോൾഡുള്ള കേസാണ്, ഭയങ്കര പിടിപാടുള്ള കേസാണ്. പ്രതികൾക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങളും കോടികളൊക്കെ ഇറക്കാനായിട്ട് ആൾക്കാർ ഇത് എവിടെ നിന്നാണ് വന്നതെന്നാവോ. എന്തുകൊണ്ടാണ് 8ാം പ്രതി കേസ് വിമുക്തനായത് എന്നുള്ളത് നമുക്ക് നോക്കാം. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ അറിയിക്കും. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്ത വീഡിയോ കാണാം.